Friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്ലാന്റുകളും അതേപോലെ തന്നെ നമ്മുടെ നഴ്സറിയിലെ കുറേ വിശേഷങ്ങളും അതേപോലെ കുറച്ച് ഇന്ന് പൂത്ത കുറച്ച് പ്ലാന്റുകളുടെ പൂക്കളും ഒക്കെ നമുക്കൊന്ന് കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് മിക്കവാറും വീഡിയോസ് എല്ലാം നന്നായിട്ട് കയറുന്നുണ്ട്. അന്നേരം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ അറിയുന്നത് ലൈക്കിലൂടെയാണ്. അന്നേരം പറ്റുമെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ ചെയ്യും എന്നെനിക്കറിയാം. എന്നാലും മാക്സിമം ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഒരു സന്തോഷമായിരിക്കും. ആദ്യമായിട്ടൊന്ന് പറയട്ടെ, നമ്മളെ വള്ളി റോസിൻ്റെ പ്ലാന്റാണിത്. നമ്മൾ നിറച്ച് പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വള്ളി റോസ് വാങ്ങിയിരുന്നു. അന്നേരം കുറേ പേർക്കൊക്കെ പൂത്തു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അന്നേരം നല്ല വെയിൽ വേണം, ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ളിടത്താണ് ഇത് നന്നായിട്ട് പൂക്കത്തുള്ളൂ. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു മഞ്ഞയാണ്. അതൊരു നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു 10-20 തൈ ഇപ്പം മേടിച്ചതാണ്. നമ്മൾ പവർ പ്ലാന്റ് ആക്കിയിട്ടുണ്ട്. ഭാവിയിലൊക്കെ നമുക്ക് തൈയാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മാൻഡിവില്ല വൈറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസ് എല്ലാം നിങ്ങളിതൊന്നും റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല. അന്നേരം ഒന്ന് ഫ്ലോയിലൊക്കെ പോകുന്നതാണ്. മാൻഡിവില്ല വൈറ്റ്. അതേപോലെ ഇത് ലാങ്കിയാണ്, പണ്ടത്തെ ലാങ്കി, അതായത് പച്ചച്ചെമ്പകം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകളൊന്നുമില്ല. അന്നേരം നിങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഇപ്പം ഇന്നത്തെ ദിവസം പൂത്ത പ്ലാന്റുകളിൽ കുറച്ച് പ്ലാന്റുകൾ കാണിക്കാൻ വേണ്ടി. ഇത് പെൻഡാസിൻ്റെ വെറൈറ്റിയാണ്. പെൻഡാസ് എന്താ ഒരു വലിയ ബുഷായിട്ട് വരുന്ന ഒരു വലിയ പെൻഡാസാണ് ഈ കാണുന്നത്. അതേപോലെ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് ചെറിയ രസമാണ്. അതേപോലെ കാഷ്യ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതെന്ന് കാണാം. നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതേപോലെ ഇത് ബ്ലൂ എന്താ പറയുക, ചെറിയ പൂക്കൾ നമ്മൾ ഹാങ്ങിലൊക്കെ ഇടുന്ന ഒരു പ്ലാന്റാണ്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോൻ്റെ മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് ശരിക്കും കാണാം, തൈയില്ല. അതേപോലെ തന്നെ ഇത് പഴയ വെറൈറ്റി നീലക്കൊടുവേലിയാണ്. ഇതിൻ്റെ തന്നെ വെള്ളക്കൊടുവേലിയുണ്ട്. അന്നേരം നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അതേപോലെ ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ഫ്ലവറാണ്. നിങ്ങളെ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് വിഷയം. അതാണ് ഇത് മാൻഡിവില്ല വൈറ്റ്. അതേപോലെ തന്നെ ഇത് പിച്ചകമാണ്, വള്ളിയായിട്ട് വരുന്ന പിച്ചകം, നിറച്ച് പൂടിക്കും. അതേപോലെ തന്നെ ഇത് ഹാങ്ങിങ് ട്യൂണിയുടെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ടിപ്പം കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ലോഡിൽ വന്നതായിരുന്നു. കുറച്ച് പ്ലാന്റേ കിട്ടിയുള്ളൂ. അന്നേരം അത് തൈകളൊന്നും സെയിലിന് ആക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ആവുന്നില്ല. അതുപോലെ ഇത് ഗ്രീൻ ലോട്ടസാണ്. ലോട്ടസിനകത്ത് തന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എന്ന് വെച്ചാൽ ഇത് കൈ കൊണ്ട് തന്നെ വിരിയിക്കുമ്പോൾ നല്ല ഒരു ഗ്രീനിഷ് കളർ നിൽക്കും. അതേപോലെ ഇത് നമ്മളെ മദർ പ്ലാന്റ് ബിഗോണിയാസിൻ്റെ ഒരു 300-400 മദർ പ്ലാന്റ് നിരത്തി വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് നിർത്തിയേക്കുന്ന നമ്മളെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ലൈറ്റായിട്ട് കുറച്ച് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കലാത്തിയാസ്, അതേപോലെ തന്നെ കുറച്ച് മദർ പ്ലാന്റ് ബിഗോണിയാസ്, അതേപോലെ ക്രീപ്പിംഗ് ബിഗോണിയ, അതേപോലെ ഇതിനകത്ത് കാണുന്ന പല വെറൈറ്റി പ്ലാന്റുകളും ഇതിനകത്തുണ്ട്. അതേപോലെ ഫംഗിസൈഡ് ഇൻഡോഫില്ലം ഒരു 10 ദിവസം മുമ്പ് നമ്മൾ കൊടുത്തിരുന്നു. അന്നേരം അതിൻ്റേതായ ഒരു ഇതുണ്ട്, ഫംഗസൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളെ വീട്ടിലും ബിഗോണി ഒരുപാടുള്ള വീടുകളുണ്ട്. അന്നേരം അവിടേക്കും കൂടെ ലൈറ്റായിട്ട് ഫംഗിസൈഡ് കൊടുക്കുക. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കുക. കാര്യം ഇൻസെക്റ്റിൻ്റെ ഒരു ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് അലക്കേഷ്യ നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. കടൽ കടന്ന് വന്ന പ്ലാന്റ്സും പറഞ്ഞ് ചെടികളെന്നും പറഞ്ഞൊരു ഇത് ചെയ്തിരുന്നു. അതിനകത്ത് കണ്ടിരുന്ന അന്ന് നമ്മൾ വരുത്തിയ പ്ലാന്റുകളാണ് ആ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇത് പല വെറൈറ്റി പ്ലാന്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് വള്ളി റോസ് ഇരിക്കുന്നു, ഗോൾഡൻ കാസ്കേഡ് ഇരിക്കുന്നു, അതേപോലെ തന്നെ മാൻഡിവില്ലയുടെ ലോക്കൽ യെല്ലോ, അതുപോലെ തന്നെ പപ്പായ തൈ, നല്ല അടിപൊളി പപ്പായ തൈ ഒരു 10,000-1500 എണ്ണം. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ വലിയ കവറിലോട്ട് നിറച്ചതും, അതേപോലെ തന്നെ ചെമ്പരത്തി, നല്ല ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തി 50 രൂപ മുതൽ കൊടുക്കുന്നുണ്ട്. 50 രൂപ മുതൽ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 5 തൈയൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊറിയർ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ നല്ല വെറൈറ്റീസ് നോക്കിയിട്ട് തന്നെ അയച്ചു കൊടുക്കുന്നത്. 5 പ്ലാന്റ് അല്ലെങ്കിൽ 10 പ്ലാന്റോ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരും. അതേപോലെ ചിലപ്പം കണ്ടെന്ന് വരത്തില്ല, മെസ്സേജ് ഒരുപാട് വരുന്നത് കൊണ്ടാണ്. അതിൽ കുറച്ച് ഓർക്കിഡ് ഇപ്പം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അവസാനം ഒരു 10-200 എണ്ണം വന്ന് ദാണ്ട് അവക്കാഡോയുടെ ഗ്രാഫ്റ്റ് പ്ലാന്റ് ഇപ്പോൾ ഇറക്കിയത്. അതേപോലെ തന്നെ ദാണ്ട് ചെമ്പരത്തിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 5 പ്ലാന്റോ 10 പ്ലാന്റോ അയക്കുമെന്ന്, ഈ സൈസ് പ്ലാന്റാണ്. കണ്ടില്ലേ, ചെറിയ തൈകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മൾ
ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇട്ടിരുന്നു ഒരു മാവിൻ്റെ പൂക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ തന്നെ. അതിനകത്ത് ഇടയ്ക്ക് നിരണം വിറ്റുപോയി, എങ്കിലും ബാക്കിയുള്ളത് കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ആണ് ഇതായി ഇരിക്കുന്നത്. നല്ല യെല്ലോ കളറ് വളർന്ന് മേളിലോട്ട് വരുന്നതനുസരിച്ച് ഇലയായങ്ങ് മാറുന്നു, ആ കളറ് മാറി ഗ്രീൻ ആയങ്ങ് മാറുന്നു. അതായത് എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേരുണ്ട്. അതേപോലെ തന്നെ ദാണ്ട് ഈ ഇരിക്കുന്ന ഓരോ വെറൈറ്റീസും നിരത്തി വെച്ചേക്കുവാണ്. അത് വന്ന് കാണുന്നവർക്കൊക്കെ അറിയാം. ഇപ്പം റോസിൻ്റെ ഒരു ഷോർട്ടേജേ ഉള്ളായിരുന്നു. അന്നേരം റോസും കൂടെ ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ പഴയ വെറൈറ്റിയും നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തെളിയിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൂണിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ ഇതെല്ലാം വള്ളി റോസാണ്. ഏകദേശം ഒരു 3000-4000 വള്ളി റോസ് ഇതിനകത്ത് നമ്മളിപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കാര്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ്. അതുപോലെ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു 1000 തൈ ഇതാണ്ട് ഇരിക്കുന്നു. താണ്ട് ഇപ്പുറത്തെ സൈഡിൽ താണ്ട് ആയിരിക്കുന്നു. ഇത്രയും ഗോൾഡൻ കാസ്കേഡാണ്. അതേപോലെ നിരത്തി വന്നപ്പോഴത്തേക്ക് പോർട്ടിലൊക്കെ വീണ്ടും തുടങ്ങുന്നു. പോർട്ടിലൊക്കെ 10 മണിച്ചെടി. അതേപോലെ തന്നെ നന്ദിയാർവട്ടം ഒരു 32,000 നന്ദിയാർവട്ടം താണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. 2000 വരും അല്ലേ, താണ്ട് നിരത്തി വെച്ചേക്കാണ് ചെറിയ കവറിനകത്ത്. അതേപോലെ അഡീനിയംസ് പഴയ വെറൈറ്റി നമ്മൾ മദർ പ്ലാന്റ് ചെയ്തിരുന്നതായിരുന്നു. ഇത് നമ്മളൊരു വള്ളി റോസാണ്, മദർ പ്ലാന്റ് ആണ്. ഇപ്പം നമ്മൾ കുറേ ആളുകൾക്ക് വെള്ള കൊടുത്തു. ഇപ്പോൾ ഏകദേശമൊക്കെ വള്ളി റോസ് സ്റ്റോക്ക് തീർന്ന മട്ടാണ്. ഇതെല്ലാം വള്ളി റോസിൻ്റെ മദർ പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ വെട്ടിത്തെളിച്ച റോസ്, നമ്മളിവിടെ കൊണ്ടുവരുന്ന പഴയ റോസുകളെല്ലാം മിക്കവാറുള്ള നേഴ്സറികളെല്ലാം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കാനൊന്നും നിൽക്കത്തില്ല, എടുത്ത് കളയുവാണ്. പക്ഷേ നമ്മളങ്ങനല്ല. അതാണ്ട് ഇതാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ 3 ദിവസം 3 പൂ വരുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് ഒരെണ്ണം കണ്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തൈ ആവത്തില്ല, അതുകൊണ്ടാണ് തൈയുടെ ഷോർട്ടേജ് എന്ന് പറഞ്ഞത്. മിക്കവാറുള്ള അടുത്ത് അത്യാവശ്യം കേരളത്തിലുള്ള പ്ലാന്റുകളെല്ലാം തന്നെ തീർന്ന മട്ടാണ്. കാര്യം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, തൈ ആവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ ഇതാണ്ട് കവർ റോസ്, ചെറിയ കവർ റോസ് കൊണ്ടുവന്ന് മണ്ട കട്ട് ചെയ്ത് വളം കൊടുത്ത് തെളിയിച്ചെടുത്തതിന് നല്ല സൂര്യപ്രകാശം കൊടുക്കുക. നമ്മൾ ഇവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇത്രയും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തി അടിപൊളിയാക്കി വളർത്തി സെറ്റാക്കി മണ്ടകളൊക്കെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് മരുന്നും അതേപോലെ തന്നെ ഫംഗിസൈഡും എല്ലാം യഥാസമയം കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എല്ലാം നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോ എല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് അതെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ പഴയുള്ള വീഡിയോസ് കയറി കാണാനായിട്ട് ശ്രമിക്കുക. താണ്ടെ മദർ പ്ലാന്റുകളൊക്കെ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം വളം കൊടുത്ത് മരുന്ന് കൊടുത്ത് ഇൻസെക്ടിസൈഡ് വേണമെങ്കിൽ ഇൻസെക്ടിസൈഡ് കൊടുത്ത് ഫംഗസൈഡ് കൊടുത്ത് താണ്ടെ വീണ്ടും ഫ്ലവർ ചെയ്ത് എടുത്ത രീതിയാണ് നമ്മളിതെല്ലാം നമ്മളിതിനകത്തോട്ട് നമ്മളെ ചാനലിൽ ഇവിടെ ചെയ്യുന്ന എന്തൊക്കെ കാര്യമാണോ അതാണ് ഇതിനകത്ത് നമ്മളെ ചാനലിൽ നമ്മളത് പറയുന്നത് ചെയ്യുന്നത്. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും വെണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ച തെളി ഇടയ്ക്ക് നമ്മൾ ഇതിനും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈപ്പ് റോസുകൾ, സ്റ്റാൻഡേർഡ് റോസിൽ ഇപ്പോൾ സന്ധി വെറൈറ്റി, അതേപോലെ തന്നെ അതാണ്ട് ഓരോ ഇനങ്ങളും ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റുകൾ ഇപ്പം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഇപ്പം ഇന്നത്തെ ദിവസം എടുത്ത വീഡിയോസാണ്. അതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കണ്ടില്ലേ. എല്ലാം പ്രൂണിങ് നന്നായിട്ട് ചെയ്യുക, റോസിനെ സംബന്ധിച്ച് വളം നന്നായിട്ട് കൊടുക്കുക, മരുന്ന് നന്നായിട്ട് കൊടുക്കുക, ഫംഗിസൈഡ് കൊടുക്കുക, നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് DAP പോലുള്ള വളങ്ങൾ 20 ഫാക്ടം പോസും കൂടെ കൊടുക്കുക. അതും 15 ദിവസം ഇടവിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇതേപോലെ തന്നെ നല്ല സെറ്റാക്കി റോസിനെ വളർത്താൻ പറ്റും. അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിളിനെ ഒന്നുകൂടെ കാണിച്ചതാണ്. ഇതെപ്പോഴും കിട്ടുന്ന പ്ലാന്റ് അല്ല, മാത്രമല്ല ഒരുപാട് ട്യൂബേഴ്സ് ഒന്നും ഇനി കാണില്ല. അതേപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഗ്രീൻ കളറാണ്, ഉള്ളു ഭാഗം കണ്ടില്ലേ. ആദ്യത്തെ 2 ദിവസം നല്ല ഗ്രീനിഷ് കളറായിരിക്കും. അതേപോലെ തന്നെ ഇത് പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡിൻ്റെ വെറൈറ്റിയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഏകദേശം ഒരാഴ്ച വരെ ഒരു കുഴപ്പമില്ലാതെ വിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നിറച്ച് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല ക്ലൗഡ് നല്ല അടുങ്ങിയുള്ള പൂവാണ്. കണ്ടില്ലേ, മിറാക്കിളിനെ സംബന്ധിച്ച് ചെറിയ നേരിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ തന്നെ ലീഫ് ആന്തോറിയമാണ് ഈ കാണുന്നത്. ലീഫ് ആന്തോറിയത്തിൻ്റെ ഗോൾഡൻ കാർഡ്ബോർഡ്, അതേപോലെ തന്നെ ഗ്രീൻ കാർഡ്ബോർഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല വിലയുള്ള വെറൈറ്റിയാണ്. അതിൻ്റെ ഹുക്കറി വെറൈറ്റിയൊക്കെ ഇപ്പം അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തൈ നമുക്കിവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് താഴെ ഇരിക്കുന്ന എല്ലാം എൻ്റെ തൈകളാണ്.
അതെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന നല്ല ഒരു ഇൻഡോർ സെമി ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണത്. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ ഒരു മദർ പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടല്ലേ, എല്ലാം നന്നായിട്ട് പൂക്കുന്നുണ്ട്. വെയിൽ കൊടുക്കുക, വലിയ കെയറില്ലാതെ തന്നെ നമുക്ക് വള്ളി റോസ് നന്നായിട്ട് പൂ പിടിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും. നിറച്ച് പൂ പിടിക്കും. അതേപോലെ തന്നെ നല്ലൊരു ഗ്രില്ല് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് 1000 ചെടിക്ക് ഓർഡർ പെട്ടെന്ന് കിട്ടി. അന്നേരം അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ്. വലിയ വിലയില്ലെന്നുണ്ടെങ്കിലും നന്നായിട്ട് 1000 കിട്ടുമ്പോൾ നല്ല ഭംഗി. അതേപോലെ തന്നെ ബിർക്കിൻ്റെ തൈ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ബിർക്കിൻ്റെ തയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ തരാൻ ഇച്ചിരി ടൈം എടുക്കുന്നത്. അത് ഓരോരുത്തർക്കും നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. അതേപോലെ തന്നെ പീസ് ലില്ലി, അതേപോലെ തന്നെ ഏതാണ്ട് ഇത് വെർട്ടിക്കൽ പ്ലാന്റിൻ്റെ വെർട്ടിക്കൽ പ്ലാന്റും ഹാങ്ങിങ് പ്ലാന്റായിട്ടും ഇതിനെ ഇടാൻ സാധിക്കും. നല്ല രസമായിട്ടുള്ള റെഡ് കളറ്. അതേപോലെ ഗോൾഡൻ ജൂണിഫറസ്, അതേപോലെ തന്നെ യുജീനിയ, പിന്നെ ഇത് ഗോൾഡൻ ജൂണിഫറസിൻ്റെ വലിയ പ്ലാന്റ്. ഇതൊക്കെ നമ്മൾ നേഴ്സറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ തൈ ആയിട്ടില്ല. ഇതിൻ്റെ പേര് ബ്രൺബൻസിയ എന്നാണ്. നല്ല മണമുള്ള ഒരു ചെടിയാണ്. ഇത് ലെയർ ചെയ്തിപ്പം വെച്ചിട്ടുണ്ട്. തൈ ആവണം. ബ്രൺബൻസിയ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. രാത്രി സമയങ്ങളിൽ നല്ല മണമായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. വൈകുന്നേരത്ത് തുടങ്ങി രാത്രി വരെ നല്ല മണമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക. അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങൾക്കൊരു പ്രചോദനം. അന്നേരം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.